ഹലോ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ ഒരു ഷാമ്പു ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെമ്പരത്തി. ഇതിൽ നിറച്ചും ചെമ്പരത്തി ഇതേ കണ്ടോ, ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അത്രയും പൊട്ടിക്കാം. നമുക്കിതിനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അളവില്ല കേട്ടോ. നമുക്ക് എത്ര വേണോ അത്രയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരു പിടി ഇതിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര കിട്ടിയോളൂ. നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി കിട്ടുമെങ്കിൽ എടുത്തോ. ഈ തുളസിയുടെ ഇല ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ താരൻ ഒക്കെ വന്നിട്ടുള്ള ഇതൊക്കെ ക്ലീൻ ആവാനും, പിന്നെ അതുപോലെ തലയിൽ എന്തെങ്കിലും ഈ ചൊറിച്ചിൽ, ചെറിയ ചെറിയ കുരുക്കൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുളസി ഇടുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ അല്ലെങ്കിൽ തിരുമ്മി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് അരച്ചെടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊടി പിന്നെ തലേന്ന് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ല, അതുകൊണ്ടാണ് അരയ്ക്കാത്തത്. അപ്പോൾ നമുക്കൊരു ഷാമ്പൂവിൻ്റെ അതേ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, അതുകൊണ്ടാണ് അരയ്ക്കാതിരുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ തിരുമ്മി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോഴേക്കും കണ്ടോ ഒരു വഴുവഴുത്തൊരു ഇങ്ങനൊരു ഇത് കിട്ടും. നമുക്ക് അത്ര നേരവും ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലോണം ഇതിങ്ങനെ ഉടച്ച് ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കും കേട്ടോ. വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അതെന്ന് വെച്ചാൽ അതിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങും ഇതിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കും. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതെങ്ങനെ കണ്ടോ. ഇനി ഇത് കുറച്ചും കൂടി നമ്മളിത് വെക്കും തോറും കുറച്ചും കൂടി ഒന്ന് വഴുവഴുത്ത ഒരു ഇതിലായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര നേരം ഇതൊന്ന് വെക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ അരിച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് മൊത്തം ഇതിലേക്ക് ഇറങ്ങിക്കോളൂ. ഇനി ഇതൊന്ന് ജ്യൂസ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മളിത് ഈ സംഭവം കുറച്ച് നേരം ഞാൻ അപ്പോഴേക്കും എൻ്റെ തലയിൽ പോയിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇതിവിടെ ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ എന്താ പറയുക തിരുമ്മി വെച്ചേക്കല്ലേ ഇതിൻ്റെ ഇലയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരം വെക്കും തോറും കുറച്ചും കൂടി ഇങ്ങനെ വഴുവഴുത്ത് വരും അത് വെക്കും തോറും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ഞാൻ തലയിൽ എണ്ണയൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഇപ്പോൾ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വഴുവഴുത്ത് കുറച്ചും കൂടി ഇത് തിക്കായതേ കണ്ടോ. ആദ്യത്തെക്കാളും തിക്കായി. ഈ കളറ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തുളസിയുടെ ഇല ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനത്തെ ഒരു കളറ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഫുള്ളായിട്ട് ആ ജ്യൂസ് മൊത്തം അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ പയറുപൊടി. ഞാൻ ഇത്ര എടുക്കണുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറുപൊടി നല്ലൊരു ക്ലെൻസർ ആയതുകൊണ്ടും നമ്മൾ തലയിൽ അഴുക്കൊക്കെ കളയാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി തലയിൽ എണ്ണമയം അങ്ങനെ പോകുന്നില്ല എന്ന് ഒരിതുള്ള ആൾക്കാർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി നമ്മുടെ തലയിലെ എന്താ പറയുക ആ ഒരു എണ്ണമയം പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മൾ ഇലകൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ഒരു കെമിക്കൽ ആ ഒരു ഷാമ്പൂ ഇല്ലേ, ആ ഷാമ്പൂവിൻ്റെ ഒരു ഇത് തരില്ലല്ലോ. എന്താ പറയുക അത്ര ഒരു ഡ്രൈനെസ് ഹെയറിന് എന്തായാലും കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്നൊക്കെ എണ്ണ പോകണം എന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ പയറുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ആദ്യം ഇടുമ്പോൾ തന്നെ ഇളക്കിയില്ലെങ്കിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യണം ഇവിടെ. അപ്പം ഞാനിത് നിങ്ങളോട് വർത്താനം പറയാൻ വന്നുകൊണ്ടാണ് അത് കട്ട പിടിച്ചത്. ഇട്ടപ്പോൾ തന്നെ അത് ഇളക്കിയായിരുന്നെങ്കിൽ അത് അതേ കണ്ടോ ഇളക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടോ നമ്മുടെ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷാമ്പു ആണ്. ഇപ്പോൾ നമുക്കിനി ഇത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷാമ്പു ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഹെയറിൽ ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പയറുപൊടി ഇട്ടിട്ട് വെച്ചപ്പോൾ കണ്ടോ ഇത് കുറച്ചും കൂടി ഇപ്പോൾ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിലേക്കും ഹെയറിലേക്കൊക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂവിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അവിടെ പോയി തുടങ്ങി തലേന്ന് അപ്പോൾ ബാത്റൂമിൽ നിന്നിട്ട് അപ്ലൈ ചെയ്യാതിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇത് മുന്നിലിരിക്കുന്ന സ്ഥലം മൊത്തം ആവും. കണ്ടോ ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു പതയിലൊക്കെ ഉണ്ട് കേട്ടോ.
പയറുപൊടി ഇട്ടേക്കണോണ്ട് തന്നെ കുറച്ചും കൂടി എന്താ ഈ ചെമ്പരത്തിയും ഇല ഇടുന്നതൊക്കെ കുറച്ചും കൂടി ഓയിൽ കൂടുതൽ ഹെയറിൽ നിന്ന് പോകണം എന്നുള്ളവർക്ക് ആണ് ഞാൻ പയറുപൊടിയും കൂടി ഇട്ടോളാൻ പറഞ്ഞത്. ഇത് ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 2 ദിവസം യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ഷാമ്പു തീർന്ന ഒരു ബോട്ടിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് പുറത്തിറക്കി വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഫുള്ളായിട്ട് സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്യാം, ബാക്കിയുള്ളത് ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ഹെയർ ഡ്രൈ ആക്കില്ല. പിന്നെ നമ്മൾ എണ്ണയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ഹെയറിൽ എണ്ണയും കൂടി ഇട്ടതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഹെയറിന് ഡ്രൈ ഒന്നും ആക്കില്ല. നിങ്ങൾ കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 വട്ടം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നല്ലതാണ്. സ്കാൽപ്പിന് ഒക്കെ ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെയാണ്. നമ്മളുടെ വീട്ടിലൊക്കെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. പനി, ജലദോഷം അതൊക്കെ എളുപ്പത്തിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് വെച്ചോണ്ടിരിക്കരുത്. കഴുകി അതായത് ബാത്റൂമിൽ വെച്ചിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ തന്നെ കഴുകി കളയുക. ഒട്ടും തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ കുറച്ച് നേരം തലയിൽ വെക്കാറുണ്ട് കേട്ടോ. കാര്യം എനിക്കങ്ങനെ ജലദോഷം അങ്ങനെ പെട്ടെന്ന് പിടിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇത് ഇങ്ങനെ തന്നെ തലയിൽ വെച്ചിട്ടാണ് കഴുകി കളയാറ്. ഇത് അപ്പം അങ്ങനെ സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. ഇപ്പോൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത്. തലയിൽ ജലദോഷമൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ നല്ല തണുപ്പുള്ളതാണ്. അപ്പോൾ പനി, ജലദോഷമൊക്കെ വന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി കളയുക. ബാത്റൂമിൽ വെച്ച് ഇത് അപ്ലൈ ചെയ്ത് നല്ലോണം തല പതപ്പിച്ച് കഴുകി അങ്ങനെ കളയുക. അല്ലാത്തവരാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ചു എന്ന് വെച്ചും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തില്ല. വാഷ് ചെയ്തതിന് ശേഷമുള്ള ഇത് ഹെയറാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ഹെയർ സിറോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അതെ, നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഹെയർ നോക്ക്, ഇതേ കണ്ടോ, നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. നോക്ക് കണ്ടോ. അപ്പോൾ നിങ്ങളിത് ഒന്ന് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വട്ടം. ആ പയറുപൊടി കുറച്ചും കൂടി കൂടുതൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പറന്ന് ഇറക്കും. പയറുപൊടി കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണമയം കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും കേട്ടോ. കാര്യം അപ്പം പക്ഷെ പയറുപൊടി മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പയറുപൊടി കൂടുതലെടുത്ത് കഴുകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ആവുമ്പോൾ നമുക്ക് ആ താളിയുടെ ഗുണവും കിട്ടും, എണ്ണമയം പോകുകയും ചെയ്യുന്നതേക്കുണ്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഡെഫിനറ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ധൈര്യമായിട്ട് ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ലാത്ത ഷാമ്പു ആണിത്. എൻ്റെ ഹെയർ ഞാൻ ഇതിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. എൻ്റെ ഹെയർ ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് കണ്ടോ. നല്ല ഒരു അത്യാവശ്യം നല്ലോണം എണ്ണമയം പോയിട്ടുണ്ട്. നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഹെയറിൽ എത്രത്തോളം എണ്ണമയം പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതേ. കണ്ടോ, നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.